back to my channel. I'm Harinanda and you're watching my YouTube channel. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ USSന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിലെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രം ട്രേഡ് ടു പവർ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും തീർച്ചയായും വീഡിയോ കാണണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് മലയാളത്തിലായിരുന്നു. ഇത് ഇംഗ്ലീഷിലാണ്. ഞാൻ പരമാവധി മലയാളത്തിലും കൂടി പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പം ഫസ്റ്റ് പാർട്ടിലും 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്രാവശ്യം അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഇയർ ഡിഡ് വാസ്കോ ഡ ഗാമ റീച്ച് കാപ്പാട് നിയർ കോഴിക്കോട്? കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് ബീച്ചിൽ വാസ്കോ ഡ ഗാമ ഇറങ്ങിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. എ 1600, ബി 1741, സി 1664, ഡി 1498. ആൻസർ എന്താണ്? 1498 വാസ്കോ ഡ ഗാമ കാപ്പാട് ബീച്ചിൽ കപ്പലിറങ്ങിയത്. 1498. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് നിങ്ങളുടെ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിച്ച് നോക്കണം. എന്നിട്ട് ഈ വീഡിയോ കാണാം. 1498. അത് 1600 നമ്മൾ ഓപ്ഷൻസും കൂടി പഠിക്കാനല്ലോ. അപ്പോൾ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ച വർഷമാണ്. ലണ്ടനിൽ സ്ഥാപിച്ചത് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ലണ്ടൻ ഇൻ 1600. 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത്. അതിൽ 1741 ഇറ്റ് വാസ് ഇൻ 1741 that മാർത്താണ്ഡവർമ്മ defeated the Dutch in the Battle of Kolchal. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് കൊളച്ചൽ നടന്നത് എപ്പോഴാണ്? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പഠിച്ചത്. ബാറ്റിൽ ഓഫ് കൊളച്ചൽ 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ. അത് നടന്ന വർഷമാണ് 1741. അടുത്ത ഓപ്ഷനിൽ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് രൂപം കൊണ്ടത്. സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോവാം. വിത്ത് ഹൂം ഡിഡ് റോബർട്ട് ക്ലൈവ് മേക്ക് എ സീക്രട്ട് അലയൻസ് ഫോർ ഡിഫീറ്റിംഗ് സിറാജ് ഉദ് ദൗള ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757? ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നൊരു ഭാഗമാണ്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സമയത്ത് സിറാജ് ഉദ് ദൗളയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് റോബർട്ട് ക്ലൈവ് ആരുമായിട്ടാണ് രഹസ്യ ആസൂത്രണം നടത്തിയത്? സിറാജ് ഉദ് ദൗളയുടെ ആളുമായിട്ട് തന്നെ റോബർട്ട് ക്ലൈവ് രഹസ്യ ആസൂത്രണം ചെയ്തിട്ട് സിറാജ് ഉദ് ദൗളയെ തോൽപ്പിക്കുന്നുണ്ട്. അത് ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ്. അപ്പം അത് ആരുമായിട്ടാണെന്നാണ് ചോദ്യം. മിർ ഖാസിം, മിർ ജാഫർ, സുജാ ഉദ് ദൗള, ഷാ അലാം രണ്ടാമൻ. ഉത്തരം ഏതാണ്? മിർ ജാഫറാണ്. മിർ ജാഫറിന് കൂടെയാണ് റോബർട്ട് ക്ലൈവ് രഹസ്യാസൂത്രണം ചെയ്തത്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കാം. മിർ ഖാസിം വാസ് എ നവാബ് ഓഫ് ബംഗാൾ. ബംഗാളിൻ്റെ നവാബായിരുന്നു മിർ ഖാസിം. മിർ ഖാസിം വാസ് ദ നവാബ് ഓഫ് ബംഗാൾ. ഷുജാ ഉദ് ദൗള വാസ് എ നവാബ് ഓഫ് ഔദ്. ഔദിൻ്റെ നവാബായിരുന്നു ഷുജാ ഉദ് ദൗള. ഷാ അലാം സെക്കൻഡ് വാസ് എ മുഗൾ എംപറർ. ഇയാൾ ഷാ അലാം സെക്കൻഡ് ഒരു മുഗൾ എംപറർ ആയിരുന്നു, മുഗൾ ചക്രവർത്തി ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ് ദ സബ്സിഡറി അലയൻസ് ഫോർ കൺട്രോളിംഗ് ദ പ്രൈൻസ്ലി സ്റ്റേറ്റ്സ് ത്രൂ ട്രീറ്റീസ്. സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ അത് കൊണ്ടുവന്നത് ആരാണ് എന്ന് തന്നെയാണ് ചോദ്യം. ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ who introduced the subsidiary alliance for controlling the princely states through treaties. ട്രീറ്റീസ് വഴി പ്രൈൻസ്ലി സ്റ്റേറ്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണെന്നാണ് ചോദ്യം. ലോർഡ് ഡൽഹൌസി, ലോർഡ് വെല്ലസി, വാൻഡ്രിഡ്, ഫ്രാൻസിസ്കോ അൽമീഡ. ആരാണ്? ലോർഡ് വെല്ലസി ആണ്. ലോർഡ് ഡൽഹൌസിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലോർഡ് വെല്ലസി
ആണ് ഉത്തരം. നമുക്ക് ലോർഡ് ഡൽഹൗസിനെ കുറിച്ചൊക്കെ പഠിക്കാം. ലോർഡ് ഡൽഹൗസി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ, ദത്തവകാശ നിയമം കൊണ്ടുവന്നതാണ് ലോർഡ് ഡൽഹൗസി പ്രഭു. വാൻ റീഡ് വാസ് ദ ഡച്ച് ഗവർണർ ഹു ഇനീഷ്യേറ്റഡ് ദ കമ്പൈലേഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ് ഓഫ് കേരള. കേരളത്തിലെ സസ്യ അഥവാ ഔഷധ ഗുണങ്ങളുള്ള ചെടികളെക്കുറിച്ചുള്ള പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അത് തയ്യാറാക്കിയത് ഡച്ചുകാരുടെ ഗവർണറായിരുന്നു വാൻ റീഡ്. ഇത് തയ്യാറാക്കാൻ സഹായിച്ച ഡച്ചുകാരുടെ ഗവർണറായിരുന്നു വാൻ റീഡ്. നെക്സ്റ്റ്, ഫ്രാൻസിസ്കോ അൽമീഡ വാസ് എ പോർച്ചുഗീസ് സെയിലർ ഹു റീച്ച്ഡ് കാലിക്കറ്റ് ഫോളോയിങ് വാസ്കോഡഗാമയെ പിന്തുടർന്ന് കാലിക്കറ്റിലെത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു ഫ്രാൻസിസ്കോ അൽമീഡ. നാലാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ഇന്ത്യൻ റീജിയൻ വിച്ച് കെയിം അണ്ടർ ബ്രിട്ടീഷ് നോമിനേഷൻ ആഫ്റ്റർ ദി മൈസൂർ വാർ. മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കീഴടക്കിയ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായ പ്രദേശം ഏതാണ്? ഇന്ത്യൻ പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, ഝാൻസി, സത്താര, നാഗ്പൂർ, കർണാട്ടിക് റീജിയൻ, മലബാർ ആൻഡ് കൂർഗ്. മൈസൂർ വാറിന് ശേഷം ബ്രിട്ടീഷ് കീഴടക്കിയ സ്ഥലങ്ങളാണ് മലബാറും കൂർഗും. ഓപ്ഷൻസ് നമുക്ക് നോക്കിയാലോ. ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ വിയർ ദി പ്രൈൻസ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് എൻറ്റേർഡ് ഇൻ ടു സബ്സിഡറി അലയൻസ് വിത്ത് ദ ബ്രിട്ടീഷ് സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ പിടിച്ചെടുക്കിയ 3 സ്ഥലങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. അടുത്തതോ ഝാൻസി ആൻഡ് സത്താര വിയർ ദി 2 പ്രൈൻസ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് വിയർ അനെക്സ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ത്രൂ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ. ദത്തവകാശ നിയമത്തോടുകൂടി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കിയ 2 സ്ഥലങ്ങളാണ് ഝാൻസിയും സത്താരയും. കർണാട്ടിക് റീജിയൻ വാസ് അനെക്സ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് ദി ഫ്രഞ്ച് ഇൻ കർണാട്ടിക് വാർ. കർണാട്ടിക് യുദ്ധത്തിന് ശേഷം ഫ്രഞ്ചിനെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സ്ഥലമാണ് കർണാട്ടിക് റീജിയൻ, കർണാട്ടിക് പ്രദേശം. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. എൻ്റെ ക്ലാസ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ റൂളർ ഹു സൈൻഡ് ഇൻ ശ്രീരംഗപട്ടണം ട്രീറ്റി ആഫ്റ്റർ ദി 3rd Anglo-Mysore War ആൻഡ് ലെറ്റ് ദ ബ്രിട്ടീഷ് അനെക്സ് മലബാർ. ഈ ശ്രീരംഗപട്ടണം ട്രീറ്റിയെക്കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും അതൊന്ന് തീർച്ചയായും വായിച്ചു നോക്കണം. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് അനെക്സ് മലബാർ കൊടുത്തിട്ട് ശ്രീരംഗപട്ടണം ട്രീറ്റിയിൽ ഒരു യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അത് ആരാണെന്നാണ് ചോദ്യം. ടിപ്പു സുൽത്താൻ, ഹൈദർ അലി, കുഞ്ഞാലി മറിക്കർ, അബ്ദുൽ ഖർ. ആരാണ്? ടിപ്പു സുൽത്താനാണ് ശ്രീരംഗപട്ടണം ട്രീറ്റിക്ക് അനുവാദം കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻസിലേക്ക് പോവാം. ഹൈദർ അലി വാസ് ദ റൂളർ ഓഫ് മൈസൂർ, എ പവർഫുൾ പ്രൈൻസ്ലി സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ. ഹിസ് സൺ ഈസ് ടിപ്പു സുൽത്താൻ്റെ അച്ഛനാണ് ഹൈദർ അലി. ടിപ്പു സുൽത്താൻ ഈസ് ദ സൺ ഓഫ് ഹൈദർ അലി. Hyder Ali was the ruler of Mysore, a powerful princely states of South India. സൗത്ത് ഇന്ത്യയിലെ പവർഫുൾ പ്രൈൻസ്ലി സ്റ്റേറ്റായ മൈസൂർ ഭരിച്ചിരുന്നത് ഹൈദർ അലി ആയിരുന്നു. കുഞ്ഞാലി മറിക്കേഴ്സ് വിയർ ദ അഡ്മിറൽസ് ഓഫ് സബ്മറീൻസ് naval force. They led the resistance against the Portuguese in the Malabar region. Marquess were the admirals of സാമൂറിൻസ് നേവൽ ഫോഴ്സ്. സാമൂറിൻസിൻ്റെ നേവൽ ഫോഴ്സ് അഥവാ സൈനിക ബലത്തിലെ അഡ്മിറൽസ് ആയിരുന്നു കുഞ്ഞാലി മറിക്കർ. ദേ ലെഡ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. മലബാർ പ്രദേശത്ത് പോർച്ചുഗീസിനെതിരെ ശക്തമായി പ്രതിരോധിച്ചു. അഥവാ അവരെ തടയാൻ വേണ്ടിയിട്ട് മലബാർ റീജിയനിൽ ശക്തമായി ആ നേവൽ ഫോഴ്സ് ഉപയോഗിച്ചു. നെക്സ്റ്റ് അൽബുക്കർക്ക് വാസ് എ പോർച്ചുഗീസ് സെയിലർ. അൽബുക്കർക്ക് പോർച്ചുഗീസ് നാവികനാണ്. അത്ര മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി പോർച്ചുഗീസ്.
താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ പോർച്ചുഗീസിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ പോർച്ചുഗീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോർച്ചുഗീസിനെ കുറിച്ച് പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് കോട്ടപ്പുറം ഫോർട്ട് ആൻഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടും കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ തന്നെയാണ്. ഓപ്ഷൻ ബി, ഇൻട്രൊഡ്യൂസ്ഡ് പ്രിൻറ്റിംഗ് മെഷീൻ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാർ തന്നെയാണ്. അതും ശരിയാണ്. ഡെവലപ്ഡ് ദി ആർട്ട് ഫോം ചവിട്ടുനാടകം ആർട്ട് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രിൻറ്റിംഗ് പ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പ്രിൻറ്റിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം മനസ്സിലാക്കുക, പ്രിൻറ്റിംഗ് മെഷീനും കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ തന്നെയാണ്. ചവിട്ടുനാടകം ഡെവലപ്പ് വളർത്തിയെടുത്തത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ടയും സെൻറ്റ് ആഞ്ചലോസ് കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ കാണിക്കാം. ഓപ്ഷൻ ഡി നോക്കാം. കമ്പൈൽഡ് ദ ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. അത് തെറ്റാണ്. അത് പോർച്ചുഗീസുകാരുടെ അല്ല, അത് ഡച്ചുകാരാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം എഴുതിയത്. അപ്പം അതാണ് ഈ ക്വസ്റ്റ്യനിൽ ശരിയായത്. അതും പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്തത് ഇതാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ യൂറോപ്യൻ പവർ which had trade centers in Goa, Daman and Diu in India. ഓരോ യൂറോപ്യൻസിൻ്റെയും ട്രേഡ് സെൻറ്റേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. 2ാമത്തെ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഓരോന്നിൻ്റെയും ട്രേഡ് സെൻറ്റേഴ്സ് അഥവാ കച്ചവട കേന്ദ്രങ്ങൾ പഠിച്ചിരിക്കണം. ഗോവ, ദാമൻ ആൻഡ് ഡ്യൂ ഇന്ത്യയിൽ ആരുടെ കച്ചവട കേന്ദ്രമാണെന്നാണ് ചോദ്യം. പോർച്ചുഗലിൻ്റെയാണോ? നെതർലാൻഡ്സ് എന്ന് വെച്ചാൽ ഡച്ചുകാർ തന്നെയാണ്. അവിടെയാണോ? അതോ ഇംഗ്ലണ്ടാണോ? ഫ്രാൻസ് ആണോ? ആരുടെയാണ്? പോർച്ചുഗലിൻ്റെയാണ്. പോർച്ചുഗലിൻ്റെ ട്രേഡ് സെൻറ്റേഴ്സാണ് ഗോവ, ദാമൻ ആൻഡ് ഡ്യൂ. ഇനി നമുക്ക് ബാക്കിയുള്ള 7 ട്രേഡ് സെൻറ്റേഴ്സും കൂടി പഠിക്കാം. കൊല്ലം ആൻഡ് കൊച്ചി വി ആർ ദി ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഡച്ച്. ദാറ്റ് കൺട്രി ഈസ് നോൺ ആസ് ദി നെതർലാൻഡ്സ് ഓർ ഹോളണ്ട്. കൊച്ചിയും കൊല്ലവും ഡച്ചുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സാണ്. ഡച്ചുകാർ ഈ കൺട്രി അല്ലെങ്കിൽ ഡച്ചിൻ്റെ ഈ കൺട്രി ഓൾസോ നോൺ ആസ് നെതർലാൻഡ്സ് എന്നും ഹോളണ്ട്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവർ. പിന്നെ സൂറത്ത്, മദ്രാസ് അഥവാ ചെന്നൈ, കൽക്കട്ട, കൊൽക്കത്ത, ബോംബെ, മുംബൈ, ഇത് എല്ലാം ഒന്നാണ്. വി ആർ ദി ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സാണ് സൂറത്ത്, മദ്രാസ്, കൽക്കത്ത, ബോംബെ. ഇവ 4 ആരുടെയാണ്? ഇംഗ്ലീഷിൻ്റെ ട്രേഡ് സെൻറ്റേഴ്സാണ്. പോണ്ടിച്ചേരി, മാഹി, പെട്ടെന്നൊരു പോയിൻ്റ് കട്ടായിപ്പോയി. പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, മാഹി, യനം ആൻഡ് കാരയ്ക്കൽ വി ആർ ദി ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഫ്രഞ്ചിൻ്റെ ട്രേഡ് സെൻറ്റേഴ്സാണ് പോണ്ടിച്ചേരി, മാഹി, യനം ആൻഡ് കാരയ്ക്കൽ. പോണ്ടിച്ചേരി വാസ് ദെയർ ഹെഡ് ക്വാർട്ടർ. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് പോണ്ടിച്ചേരിയിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഫ്രഞ്ച് ഈസ് പോണ്ടിച്ചേരി. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ അധിക വിവരങ്ങൾ, മോർ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. കുറച്ച് അധിക വിവരങ്ങൾ നോക്കാം. നെയിം ദി പോർച്ചുഗീസ് നാവിഗേറ്റർ ഹു ലാൻഡഡ് അറ്റ് കാപ്പാട് നിയർ കോഴിക്കോട് ഇൻ 1498. നേരത്തെ നമ്മൾ ഏത് വർഷത്തിലാണ് ഇറങ്ങിയതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആളുടെ പേരാണ് ചോദിക്കുന്നത്. ആരാണ്? ഏത് പോർച്ചുഗീസ് നാവികനാണ് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് ബീച്ചിൽ 1498 ഇറങ്ങിയത്? വാസ്കോ ഡ ഗാമ. ഇതൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം. നെയിം ദി ഫോറിൻ കൺട്രി ദാറ്റ് കൺട്രോൾഡ് ഗോവ, ദാമൻ ആൻഡ് ഡ്യൂ ഇൻ ഇന്ത്യ. നേരത്തെ പഠിച്ച അതേ ചോദ്യം തന്നെയാണ്. ഗോവ, ദാമൻ ആൻഡ് ഡ്യൂ ഇൻ ഇന്ത്യ, ഈ നാട്ടുരാജ്യങ്ങളെ കൺട്രോൾ ചെയ്ത ഫോറിൻ പവേഴ്സ് ആരാണ്? പോർച്ചുഗൽ. നെയിം ദ പാലസ് ദാറ്റ് ദ ഡച്ച് ഹാഡ് റിനോവേറ്റഡ് അറ്റ് മട്ടാഞ്ചേരി ഇൻ 1663. ഡച്ച് പാലസാണ്
നെയിം ദ പാലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡച്ച് ഹാഡ് റിനോവേറ്റഡ് ഇൻ മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയിൽ ഡച്ചുകാർ നിർമ്മിച്ച കൊട്ടാരം ഇതാണ്, ഡച്ച് കൊട്ടാരം, ഡച്ച് പാലസാണ്. നെക്സ്റ്റ്, നെയിം ദ ഡച്ച് ഗവർണർ ഹൂ ടുക്ക് ഇനീഷ്യേറ്റഡ് ഫോർ പബ്ലിഷിംഗ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ പൂർത്തീകരണം നടത്തിയ ഡച്ച് ഗവർണർ ആരാണ്? വാൻ റീഡ് ആണ്. വാൻ റീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫോറിൻ കൺട്രി വാസ് ഡിഫീറ്റഡ്? ബാക്കി അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. വിച്ച് ഫോറിൻ കൺട്രീസ് വാസ് ഡിഫീറ്റഡ് അറ്റ് ദി ബാറ്റിൽ ഓഫ് കൊളച്ചൽ? ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ പരാജയം സംഭവിച്ച കൺട്രി ഏതാണ്? ഫോറിൻ കൺട്രി ഏതാണെന്ന് ചോദ്യം. ഡച്ചാണ്. ഡച്ചുകാരാണ് ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ പരാജയം സംഭവിച്ചത്. വിച്ച് റീജിയൻ വാസ് റിക്ലെയിംഡ് ബൈ ഇന്ത്യ ഓൺ ഡിസംബർ 1961? ഡിസംബർ 1961 ഇന്ത്യയുടെ ഏത് റീജിയനാണ് റിക്ലെയിംഡ് ചെയ്തത്? ഗോവയാണ് റിക്ലെയിം ചെയ്തത്. ബാക്കി നമുക്ക് ഡിഡ് യു നോ നോക്കാം. നെയിം ദ ഫോറിൻ കൺട്രി ദാറ്റ് കൺകേർഡ് മാഹി ഇൻ 1723. ഇന്ന് ടെക്സ്റ്റിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ്, പുറത്തുനിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. നെയിം ദ ഫോറിൻ കൺട്രി ദാറ്റ് കൺകേർഡ് മാഹി ഇൻ 1723. 1723 മാഹിയെ കീഴടക്കിയ ഫോറിൻ കൺട്രി ഏതാണെന്നാണ് ചോദ്യം. ഫ്രാൻസ് ആണ് മാഹിയെ കീഴടക്കിയത്. വെൻ ഡിഡ് ദ ഡച്ച് കൺകേർഡ് പോണ്ടിച്ചേരി? ഡച്ചുകാർ പോണ്ടിച്ചേരി ഏത് വർഷത്തിലാണ് കീഴടക്കിയത്? 1693, 1693. ഇനി കുറച്ച് മേജർ പോർച്ചുഗീസ് വൈസ്രോയ്സ് ആണ്. പോർച്ചുഗീസുകാരുടെ വൈസ്രോയികളെ പരിചയപ്പെടാം. ഫ്രാൻസിസ്കോ അൽമീഡ, മാനുവൽ സിൽവ, ഇവർ രണ്ടുപേരും പോർച്ചുഗീസ് വൈസ്രോയികളായിരുന്നു. അവരുടെ ജീവിതകാലമുണ്ട്. ഫ്രാൻസിസ്കോ അൽമീഡ 1509 മുതൽ 1515 വരെ വൈസ്രോയി ആയിരുന്ന വർഷം കേട്ടോ. 1509 മുതൽ 1515 വരെ. മാനുവൽ സിൽവ 1958 മുതൽ 1961 വരെ പോർച്ചുഗീസ് വൈസ്രോയി ആയി നിന്നു. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ഈ പാഠത്തിൽ നിന്നും നമ്മുടെ USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഫ്രം പ്രീവിയസ് എക്സാമിനേഷൻസ്. മുമ്പ് നടന്നിരുന്ന USS പരീക്ഷകളിൽ വന്ന ഈ പാഠത്തിലെ ചോദ്യങ്ങളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ദ ഫോറിൻ പവർ ഹു എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ സൂറത്ത്. 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ദ ഫോറിൻ പവേഴ്സ് ഹു എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ സൂറത്ത്. സൂറത്തിൽ ട്രേഡ് സെൻറ്റേഴ്സ് നിർമ്മിച്ച, കച്ചവട കേന്ദ്രങ്ങൾ സൂറത്തിൽ നിർമ്മിച്ച ഫോറിൻ പവേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ആരാണ്? ഇംഗ്ലീഷുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സാണ് സൂറത്തിലുള്ളത്. നമ്മൾ നേരത്തെ ഓപ്ഷൻസ് പഠിച്ചു. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി അറൈവൽ ഓഫ് യൂറോപ്യൻ പവേഴ്സ്? ഇതും 2018 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് എത്തിയ ക്രോണോളജിക്കൽ ഓർഡർ, ആദ്യം വന്നത് ലാസ്റ്റ് വന്നത്, അങ്ങനെ ആ ഓർഡറിൽ കറക്റ്റ് എഴുതിയത് ഏതാണെന്നാണ് ചോദ്യം. ദ പോർച്ചുഗീസ്, ദ ഇംഗ്ലീഷ്, ദ ഡച്ച്, ദ ഫ്രഞ്ച്. ദ ഡച്ച്, ദ പോർച്ചുഗീസ്, ദ ഫ്രഞ്ച്, ദ ഇംഗ്ലീഷ്. ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്, ദ ഡച്ച്, ദ പോർച്ചുഗീസ്, ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. ഇതാണ് കറക്റ്റ്. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു. ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ഐ ആം ഹരിനന്ദ, സൈനിങ് ഓഫ്. ബൈ.